ഹേ ഗൈസ്, അപ്പോൾ നമ്മുടെ വണ്ടിയുടെ ബെൽറ്റ് വീണ്ടും പൊട്ടിയിരിക്കുകയാണ്. അപ്പോൾ പൊട്ടാനുള്ള കാരണമെന്ന് വെച്ചാൽ ഈ ഒരു സംഭവം തേഞ്ഞു പോയതാണ്. ഇത് വണ്ടിയുടെ ബെൽറ്റിന്റെ പുള്ളിയാണ്. മോട്ടറി എന്ന് പറഞ്ഞതാണ് ഇത്. അപ്പോൾ ഇതിന്റെ റണ്ണിങ്ങിൽ ഇതിന്റെ ഈ പല്ല് തേഞ്ഞ് തീരും. അപ്പം അങ്ങനെ തീർന്നിട്ട് നമ്മൾ ശ്രദ്ധിക്കാതിരുന്നുകൊണ്ടാണ് നമുക്ക് പണി കിട്ടി ഈ രണ്ട് ബെൽറ്റ് പൊട്ടിപ്പോയത്. അപ്പം പിന്നീടാണ് നമ്മൾ ശ്രദ്ധിച്ചത്. അതുകൊണ്ട് നമ്മൾ ഇത് മാറ്റാൻ പോവുകയാണ്. അതാണ് നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്നത്. ഇതും മാറ്റി ബെൽറ്റ് മാറ്റുന്ന എങ്ങനെയാണ് കാണിച്ചു തരാം. ബൈ. അപ്പോൾ നമ്മുടെ സ്റ്റെപ്പ് 1 എന്ന് പറയുന്നത് ഈ കാലിബർ ഇളക്കണം. അപ്പം ഈ ഒരു അലയെങ്കിൽ മതി നമുക്ക് ഈ കാലിബർ ചുമ്മാ ഇളക്കിയെടുക്കും. പിന്നെ സ്റ്റെപ്പ് 2 എന്ന് പറയുന്നത് ബാക്ക് ടയർ ഇളക്കിയെടുക്കണം നമുക്ക്. ആ ബോൾട്ട് ഇളക്കിയതിന് ശേഷം ഇപ്പുറത്തുള്ള ഈ പൈപ്പ് നമ്മൾ പതുക്കെ വലിച്ചൂരി എടുക്കണം. ഇത് ഊരി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ടയർ എളുപ്പത്തിൽ ഇളക്കിയെടുക്കാൻ പറ്റും. ടയറിൽ നിന്ന് മാറ്റാം നമുക്ക് ഇതിൽ നിന്ന്. ഇനി അടുത്ത് നമുക്ക് ഈ സൈഡിലും അപ്പുറത്തെ സൈഡിലും ഇതാണ് ഇളക്കിയെടുക്കേണ്ടത്. ഈ സ്വിംഗ് നമുക്ക് ഇളക്കിയെടുക്കണം. ഈ അല്ലെങ്കിൽ യൂസ് ചെയ്ത് നമുക്ക് ഇളക്കാം. ഇനി നമുക്ക് അടുത്തത് മോട്ടർ ഫുള്ള് ഓടായി ഇളക്കണം, ഫുള്ള് ലൂസാക്കണം. അതിന് നമുക്ക് ഈ 2 ബോൾട്ടും ഇളക്കണം, ഈ 2 ബോൾട്ടും. അപ്പോൾ 14 റിങ്സ് എടുത്തിട്ടുണ്ട്. ഇത് ഇളക്കിയതിന് ശേഷം മോട്ടർ മാറ്റിയിട്ട് അതിൻ്റെ പുള്ളി ആദ്യം ഇളക്കാം. നമുക്ക് ഈ 2 ബോൾട്ടും ഇപ്പോൾ ഇളക്കി കഴിഞ്ഞു. ഇനി മോട്ടർ ലൂസാക്കാൻ വേണ്ടി ഈ ഒരു ബോൾട്ടാണ് ഇളക്കേണ്ടത്. ഇത് ഫുൾ ഇളക്കാതെ കുറച്ച് ലൂസാക്കുമ്പോൾ മോട്ടർ നമുക്ക് ഫുൾ ഓടാൻ ലൂസായി കിട്ടും. അപ്പോൾ അത് ചെയ്തതിന് ശേഷം നമുക്ക് ഈ പുള്ളിയാണ് മാറ്റേണ്ടത്. ഇത് നമ്മൾ ഇളക്കുമ്പം നമുക്ക് മോട്ടർ ലൂസായി ഇങ്ങ് വരാനുള്ള ആ ഒരു ലെവലിനുള്ള അത്രയും അളവിൽ മാത്രമേ ലൂസാക്കാവൂ. ഈ ഒരു ഇത് ലൂസായതിന് ശേഷം നമുക്ക് മോട്ടർ ഇങ്ങനെ ലൂസായി വരും. അപ്പം നിങ്ങളുടെ ആവശ്യത്തിന് ലൂസാക്കുക, കൂടുതൽ ഈ ബോൾട്ട് ഇളക്കാതിരിക്കുക. ഗൈസ്, നമുക്ക് ഈ ഒരു പുള്ളിയാണ് മാറ്റേണ്ടത്. ഇതിൻ്റെ പല്ലാണ് തേഞ്ഞു പോയത്. ഈ ഒരു ബോൾട്ട് ഇളക്കിയാൽ നമുക്ക് ഈ പുള്ളി ഇതിൽ നിന്ന് മാറ്റിയാൽ പുതിയതിടാൻ പറ്റും. ഇത് ഇളക്കുമ്പോൾ ഒരുപാട് ബലം പിടിക്കാതെ സൂക്ഷിച്ചിളക്കണം, കാരണം ഡയറക്റ്റ് മോട്ടറിലോട്ട് പോയിരിക്കേണ്ടത്. അപ്പോൾ ഇതിനി ഇളക്കാം. ഇതെല്ലാം മോട്ടർ ഇളക്കി തീർന്നപ്പോൾ തന്നെ 10 മണിയൊക്കെയായി. പിന്നെ നമുക്ക് ഹൈപ്രഞ്ച് ഇല്ലാതെ ആ പുള്ളി ഇളക്കാൻ ഒക്കില്ല. കാരണം നമ്മൾ ബോൾട്ട് എങ്ങോട്ട് ലൂസാക്കാൻ കറക്കണോ അതിനനുസരിച്ച് ആ പുള്ളിയും കിടണം. പിന്നെ രാവിലെയാണ് നമ്മളിപ്പോൾ റെൻറ്റിനെടുത്തത്. ഗൈസ്, ഇതാണ് നമ്മുടെ പഴയ പുള്ളി. ഇതിൻ്റെ പല്ല് തേഞ്ഞ് തീർന്ന് നല്ല മൂർച്ചയായിട്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ബെൽറ്റ് ഇട്ടപ്പോൾ പൊട്ടിപ്പോയത്. അപ്പോൾ നിങ്ങളും ചെക്ക് ചെയ്തോ നിങ്ങളുടെ പുള്ളിയുടെ കണ്ടീഷൻ എങ്ങനെയാണെന്ന്. സോറി ഗൈസ്, വണ്ടിയുടെ പുള്ളി മാറ്റണ വീഡിയോ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റിയില്ല. കാരണം പുള്ളി മാറ്റിയതിന് ശേഷം നമുക്ക് വീഡിയോ എടുക്കാൻ പരിമിതികളുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പുള്ളി മാറ്റിനെ കോൺസെൻട്രേറ്റ് ചെയ്ത് അത് പെട്ടെന്ന് മാറുകയാണ് ചെയ്തത്. പിന്നെ ബെൽറ്റ് മാറ്റണ വീഡിയോ ഓൾറെഡി നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് കാണണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നിങ്ങൾ അത് പോയി കണ്ടാൽ മതി. ഇതേപോലെ യൂസ്ഫുൾ വീഡിയോസിന് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു. അപ്പോൾ ബൈ.